കോൺഗ്രസിൽ അങ്ങനെ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന ചർച്ച തുടരുകയാണ്. UDF-ൽ കേരള കോൺഗ്രസ് ജോസഫുമായി ബന്ധപ്പെട്ട് അവർ 2 മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമോ, അതല്ല സീറ്റ് വിഭജനത്തിന് വലിയ വിട്ടുവീഴ്ച നടത്തിയ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത ജോസഫ് ഗ്രൂപ്പിന് ഇത്തവണ അവരുടെ ആവശ്യം അംഗീകരിക്കുമോ എന്നൊക്കെയാണ് വിഷയം. അതിനിടയിൽ തന്നെ കോൺഗ്രസിൽ തന്നെ പല നേതാക്കളും ക്ലെയിമുമായി വരുന്നു, പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. ഏതായാലും ചർച്ചകൾ അങ്ങനെ നീളുകയാണ്. ഉച്ചതിരിഞ്ഞ് ഗവർണർക്ക് മന്ത്രിപ്പട്ടിക നൽകാനിരിക്കെ കോൺഗ്രസിൽ പേരുകൾ മാറി മറിയുകയാണ്. അവകാശവാദങ്ങളുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയതോടെ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ്. ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ സ്ഥാനങ്ങളിൽ പുനരാലോചനയുണ്ട്. മന്ത്രിസഭാ പ്രവേശന സാധ്യത മങ്ങുന്നതിനിടെ മുതിർന്ന നേതാവ് AK ആന്റണിയുമായി T സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തി. എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഇന്ദിരാഭവനിലെ ചർച്ചകൾക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. അതേസമയം തനിക്ക് പുറമെ വിശ്വസ്തരെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. R ശ്രീജിത്ത്, അപ്പം B ദിലീപ് കുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം B ദിലീപ് കുമാറിലേക്കാണ്. ദിലീപ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന്. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നിന്ന് VD സതീശൻ ഇറങ്ങിയിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ പൂർത്തിയായ ശേഷം പോകുന്നു, ധാരണയായിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പൂർണ്ണമായും ധാരണയിലേക്ക് എത്തിയിട്ടില്ല. വീണ്ടും KPCC ഓഫീസിലേക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തിച്ചേരും. അദ്ദേഹം ഇവിടേക്ക് എത്തി വീണ്ടും ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിലേക്ക് പോവുകയോ ചെയ്തതായിരിക്കാം. അതോ രമേശ് ചെന്നിത്തലയെ കാണാൻ പോയതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ അല്പസമയത്തിനകം നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയും. ഏതായാലും ഇവിടെ നിന്നിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും 1-2 പേരുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ കൺഫ്യൂഷൻ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ ആ കൺഫ്യൂഷൻ തീർത്തു മാത്രമേ ഈ പട്ടിക തയ്യാറാക്കാവൂ എന്നുള്ളതുകൊണ്ടും അത് ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടുമാണ്. മറ്റൊരു കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ചില ഘടകകക്ഷികൾ ചില വകുപ്പുകളുടെ കാര്യത്തിൽ ചില നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ജോസഫ് വിഭാഗം അവർക്ക് ജലവിഭവ വകുപ്പ് നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ UDF നേതൃത്വം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ ഷിബു ബേബി ജോണിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ജലവിഭവ വകുപ്പിന്റെ കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിലടക്കം എന്തൊക്കെയാണ് ഇനി പുനർ തീരുമാനങ്ങൾ എന്നതൊക്കെ വീണ്ടും ഒരു ഉഭയകക്ഷി ചർച്ചകൾ ഇത്തരം നേതാക്കളുമായിട്ടൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടിക മാത്രമാവും ലോക്ഭവനിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ് മന്ത്രിമാർക്ക് ഈ വകുപ്പുകൾ വിഭജിച്ചുകൊണ്ട് ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്നത് സംബന്ധിച്ച ലോക്ഭവന്റെ വിജ്ഞാപനം പിന്നീടായിരിക്കും ഉണ്ടാവുക. അത് പിന്നീട് മുഖ്യമന്ത്രി കൈമാറിയാൽ മതി. ഒരുപക്ഷെ അങ്ങനെ ആ നിലയിൽ ഈ പ്രശ്നം കുറച്ചുകൂടി ചർച്ച ചെയ്യുന്നതിനൊക്കെയായി എടുക്കാം എന്ന ഒരു ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഈ കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെയായിരിക്കണം എന്നത് സംബന്ധിച്ച തീരുമാനം, ആ അന്തിമ തീരുമാനം ഇപ്പോഴും തീരുമാനമാകാത്ത 1-2 പേരുടെ പേരുകാർ അത് ഈ പട്ടികയിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തലയൂരാം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ, അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ള എതിർപ്പ് എന്നതിനപ്പുറത്തേക്ക് ലീഗിന്റെ കാര്യത്തിൽ അങ്ങനെ എതിർപ്പില്ല. അവരുടെ വകുപ്പുകൾ നേരത്തെ 2011 മുസ്ലിം ലീഗ് ഉമ്മൻചാണ്ടി സർക്കാരിൽ വഹിച്ചിരുന്ന വകുപ്പുകൾ തന്നെ നൽകുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് സംയോജിപ്പിക്കണം എന്ന ആവശ്യം അത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം അത് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് PC വിശ്വനാഥിനെയാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ PC വിശ്വനാഥിന് ഇപ്പോൾ വൈദ്യുതി വകുപ്പിലേക്ക് എന്ന നിലയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ആ നിലയിൽ K മുരളീധരൻ ആരോഗ്യം, സണ്ണി ജോസഫിന് റവന്യൂ, ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമം തുടങ്ങിയ വകുപ്പുകളുടെ കാര്യത്തിൽ M ലിജുവിന് എക്സൈസ്, AP അനിൽകുമാറിന് ടൂറിസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അതുപോലെ ധാരണയാകാത്തതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചാലോ എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ തിരുവഞ്ചൂർ ശക്തമായ എതിർപ്പ് അക്കാര്യത്തിൽ ഉന്നയിക്കുകയാണ്. തിരുവഞ്ചൂർ കൂടി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഈ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ള മന്ത്രിമാരിൽ 5 പേർ നായർ സമുദായാംഗങ്ങളാകും എന്നതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മാറ്റിയാലോ എന്ന ആലോചന വന്നത്. T സിദ്ദിഖിനെ മന്ത്രിസഭയിൽ എടുക്കുകയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കിയാലോ എന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്നത്. അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഏതായാലും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ദിരാഭവനിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. B ദിലീപ് കുമാറാണ് ഇന്ദിരാഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.